പിളർക്കപ്പെടും. പിളർക്കപ്പെടണമെങ്കിൽ അടിക്കണമെങ്കിൽ ഒരു വടി വേണം. പുറപ്പാട് 17:5 തൊട്ട് മേളത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, യഹോവ മോശയോട് ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിൻ്റെ മുമ്പാകെ കടന്നു പോകാം. ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറയിടമേ നിൽക്ക്, നീ പാറയടിക്കണം. ഇത്രയുള്ള ദൂത്. കുറച്ചു നാള് മുമ്പേ നീ ഉപയോഗിച്ച ആ വടി എവിടെ? നമ്മൾ പലപ്പോഴും വാചാലമായിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ, ഞാൻ അവിടെ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ നടന്നു, ഞാൻ ഇവിടെ പോയി, അങ്ങനെ പോയി, ഇങ്ങനെ പോയി. ഇന്നെവിടെ ദൂത്? ആ വെച്ചിരിക്കുന്നത് തിരിച്ചെടുക്കുക. കർത്താവ് ആരോടൊക്കെയോ സംസാരിക്കുന്നു. നീ വർഷങ്ങൾക്ക് മുൻപ് ഉപയോഗിച്ച ആ വടി, ആ അധികാരം, ആ ശുശ്രൂഷ ഇന്നെല്ലാം കൂടെ കെട്ടിപ്പൂട്ടി ദൈവസന്നിധിയിൽ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയല്ലേ? അത് തിരിച്ചെടുത്താൽ പാറ പിളർക്കും. പാറ പിളർന്നാൽ നിന്റെ മരുഭൂമിയിൽ നദികൾ ഒഴുകും. നിന്റെ സ്ഥിതി മാറും.